അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഒരു വയനാട്ടിൻ്റെ മണ്ണിൽ ആദിവാസി സമൂഹത്തിൻ്റെ അവരുടെ ലൈഫ് തന്നെയാണ് ഡയറക്ടേഴ്സ് റൈറ്റർ അതേപോലെ തന്നെ രചിച്ചിട്ട് നമ്മൾ അഭിനയിച്ചിരിക്കുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഷൂട്ട് ചെയ്ത പോലെ വിഷ്വലി കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട്. മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിലെ മൂപ്പൻ്റെ ഭാഗം അഭിനയിച്ചൊരു നടനാണ്. ശരിക്ക് പണിയ ഭാഷയിലായി സിനിമ പോയത്. ആ ഭാഷ പഠിക്കാൻ അവരോടൊപ്പം അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഇത് ചെയ്യാനും എനിക്ക് പറ്റി. വല്ലാത്തൊരു അനുഭവം. ആരെങ്കിലും ഇപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവമായിട്ട് അനുഭവം, വല്ലാത്ത സന്തോഷമുണ്ട്. ഈ സിനിമ പതിവ് സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അവകാശവാദന്മാർ സിനിമയും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമമാണെന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സിനിമ കാണുന്നതാണ് സ്നേഹത്തോട് പറയുന്നത്. നല്ല ഒരുപാട് സന്തോഷം തോന്നുകയാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണേലും ആ വയനാട്ടിലെ ആ കോളനിയിലുള്ള ആളുകളുടെ സ്നേഹവും ഒരു നന്മയുള്ള ഹൃദയമുള്ള മനുഷ്യരെ കാണാൻ പറ്റിയ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ സുവർ ടീച്ചറായിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കുറിഞ്ഞിയുടെ ടീച്ചറായിട്ടാണ്. കുറിഞ്ഞിയുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് ഇതിൻ്റെ ടീച്ചർ. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണുക. വ്യത്യസ്തമായൊരു കഥയാണ്. ഞാനിതിനകത്ത് അമ്മ റോളാണ് ചെയ്തിരിക്കുന്നത്. അമ്മ ചെറിയൊരു വില്ലത്തിയും കൂടിയാണ്. വളരെ നന്നായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പാവം ആളുകളുടെ കഥയാണ്. നന്മയുള്ളൊരു കഥ, കാടിനെ തൊട്ടറിയുന്ന കഥ. എല്ലാവരും കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് സന്തോഷം. പടം എൻ്റെ മോളുടെ പടം തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാനെന്താ പറയുക, നിങ്ങളെല്ലാവരും പോയിട്ട് കാണുകയുണ്ട്. പിന്നെ പടത്തിനെ കുറിച്ച് ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഫാമിലിയായിട്ട് ഒന്നിച്ചിരുന്നിട്ട് പോയി കാണാൻ പറ്റുന്ന പടമാണ്. പിന്നെ എന്ന് പറയുന്നത് സസ്പെൻസ് ഉണ്ട്. നിങ്ങളെ ക്യൂരിയോസിറ്റിയിൽ ഇരുത്തും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഇതിൽ. പിന്നെ വയനാടിൻ്റെ ആ ഒരു ഗ്രാമീണതയിൽ എടുത്ത ഒരു സിനിമയാണ്. അതിൻ്റെ ആ ഒരു നമ്മുടെ ഒരു പുറമേയുള്ള കാണുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് എടുത്തിട്ട് ഗിരീഷ് സാർ ഡയറക്ടർ. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും കാണുക, വിജയിപ്പിക്കുക. പേര് കൃഷ്ണപ്രിയ. ആക്ച്വലി സിനിമയുടെ നല്ല മൂവിയാണ്. ഇപ്പം എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ. അതിൽ ഇപ്പോഴും ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാർ ഈ കാടിൻ്റെ മക്കൾ, ട്രൈബൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൂടെയുള്ള ആചാരങ്ങൾ പോലും നമ്മൾ ശരിക്കും അറിയണില്ല. പക്ഷെ അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ആചാരങ്ങളും അവരുടെ രീതികളും, അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്യും, ഒരു സിസ്റ്റം, നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം എന്തുമാത്രം അവർ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യമൊക്കെ അതേപോലെ തന്നെ എനിക്കിത് കാണാൻ പറ്റും. കാരണം അവർക്ക് അധികം പണമോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ആൾക്കാരുമായിട്ട് ബന്ധങ്ങളോ ഒന്നുമില്ല. അവർക്കൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും അത് തഴഞ്ഞു വിടുക ചെയ്യുന്നത്. അതിനകത്ത് എന്താ ഉള്ളതെന്ന് പോലും നോക്കുന്നില്ല. കാരണം ഇപ്പോൾ കയ്യിൽ പൈസ ഉള്ള ആളാണ് മെയിനായിട്ട് നിൽക്കണേന്നുള്ള രീതിക്കാണ് ആ ഒരു സിനിമ കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവർക്ക് നിൽക്കുന്ന സ്പേസിൽ നിന്ന് അവർക്ക് അവരുടെ നീതി എങ്ങനെ ലഭിക്കുമോ അതാണ് ആ സിനിമ. അവരുടെ നീതി അവരുടെ കയ്യിൽ നിന്ന് തന്നെ അവരെടുക്കുകയാണ്, പുറത്തുനിന്ന് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്നത് അവരുടെ കയ്യിൽ എങ്ങനെയാണോ ആ ഒരു നിയമം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് അവരുടെ നീതി അവരുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു മൂവിയാണ്. നല്ല മൂവിയാണ്. കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ട്രൈബൽസിനെയാണ്. നല്ല മൂവിയാണ്. ഇപ്പം ഒരുപാട് പുതുമുഖങ്ങളുണ്ട് കാണാത്ത. അപ്പം നല്ലൊരു അവർക്കും കൂടെ ഇനിയും മുമ്പോട്ട് ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള നല്ലൊരു ചാൻസുള്ള മൂവിയാണ്. നല്ല മൂവിയാണ്. താങ്ക് യു.